ഓം നമോ നാരായണായ. ശ്രീമദ് നാരായണീയം ദശകം 20 ശ്ലോകം 6. 5-ാമത്തെ ശ്ലോകത്തിൽ നമ്മൾ പറഞ്ഞു, ഋഷഭദേവൻ്റെ ഉത്കർഷത്തിൽ അസൂയാലുവായിട്ടുള്ള ദേവേന്ദ്രൻ ആ രാജ്യത്ത് മഴ പെയ്യിച്ചില്ല. അപ്പോൾ ഋഷഭദേവൻ്റെ യോഗശക്തി കൊണ്ട് ജനങ്ങൾക്ക് വേണ്ടതുപോലെ മഴ പെയ്യിച്ചു എന്ന്. ഇത് കണ്ട ഇന്ദ്രൻ ഋഷഭൻ്റെ മാഹാത്മ്യത്തെ ആദരിച്ചു, അംഗീകരിച്ചു. അങ്ങനെ തൻ്റെ സുന്ദരിയായിട്ടുള്ള മകൾ ജയന്തിയെ അദ്ദേഹത്തിന് വിവാഹം ചെയ്തു കൊടുത്തു. ഈ ഋഷഭദേവൻ വിവാഹമൊന്നും വേണ്ട, താൻ ആത്മാരാമനാണ്, ഭഗവാനോട് ചേരലാണ് ലക്ഷ്യം എന്നൊക്കെ വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഇങ്ങനൊരു സന്ദർഭം ഉണ്ടായതും. ഒരാൾ ദാനമായി കന്യാദാനം ചെയ്യുമ്പോൾ പിന്നെ എങ്ങനെയാണ് വേണ്ടാന്ന് പറയുക വിചാരിച്ച് ആ ജയന്തി എന്ന സുന്ദരിയായ ഇന്ദ്രപുത്രിയെ വിവാഹം ചെയ്തു. വിവാഹമൊന്നും ആത്മാരാമന്മാർക്ക് ഒരു തടസ്സമില്ല, വിവാഹം കഴിക്കാം, കുട്ടികളുണ്ടാവാം, അതൊന്നും ആത്മീയ യാത്രയ്ക്ക് തടസ്സമാവില്ല എന്നതിന് ഉദാഹരണമാണ് ഋഷഭയോഗീശ്വരൻ്റെ ചരിത്രം. അങ്ങനെ അവർക്ക് 100 പുത്രന്മാരുണ്ടായി. അവരിൽ വെച്ച് മൂത്ത പുത്രനായിരുന്നു അതിപ്രസിദ്ധനായിട്ടുള്ള ഭരതൻ. ഈ ഭരതൻ രാജ്യം ഭരിച്ചതുകൊണ്ടാണ് ഭാരതം എന്നു പേര് അജനാഭവർഷത്തിന് കിട്ടിയത്. ദുഷ്യന്തൻ്റെ മകൻ ആയ ഭരതനല്ല, ശ്രീരാമൻ്റെ അനുജനായിട്ടുള്ള ഭരതനും അല്ല. ഭാഗവതത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഋഷഭദേവൻ്റെയും ജയന്തിയുടെയും മകനായിട്ടുള്ള ഉത്തമ രാജാവായിട്ടുള്ള ഭരത തന്നെയാണ് ഭരിച്ചതുകൊണ്ടാണ് ഈ അജനാഭവർഷം അതിനുശേഷം ഭാരതം എന്നറിയപ്പെട്ടത്. ശ്ലോകം നോക്കാം. ജിത ഇന്ദ്രദത്താം കമനീം ജയന്തീം അധ ഉദ്വഹന്നാത്മരഥാശയോപി അജീജനസ്തത്ര ശതം തനൂജാൻ യേഷാം ക്ഷിതീശോ ഭരതോ അഗ്രജന്മാ. അർത്ഥം: അധ ആത്മരഥാശയ അഭി, അധ പിന്നീട്, അനന്തരം, ഇന്ദ്രൻ ഋഷഭദേവൻ്റെ ആ യോഗശക്തി കണ്ട് അത്ഭുതപ്പെട്ടതിന് ശേഷം, ജിത ഇന്ദ്രദത്താം, ജയിക്കപ്പെട്ട ഇന്ദ്രൻ, അതായത് ഇന്ദ്രൻ്റെ അമർഷം തോറ്റുപോയി, ഋഷഭൻ്റെ നന്മ ജയിക്കുകയും ചെയ്തു. അങ്ങനെ ജയിക്കപ്പെട്ട ഇന്ദ്രനാൽ ദത്താം നൽകപ്പെട്ട കമനീം ജയന്തിയും, അതിസുന്ദരിയായിട്ടുള്ള മകൾ ആണ് ജയന്തി. ആ ജയന്തിയെ ഉദ്വഹൻ ഋഷഭൻ വിവാഹം ചെയ്തു. തത്ര ശതം തനൂജാൻ അജീജന, അവളിൽ, ആ ജയന്തിയിൽ, ശതം 100 തനൂജാൻ പുത്രന്മാരെ അജീജന ജനിപ്പിച്ചു. യേഷാം ആ 100 പേരിൽ വെച്ച് ക്ഷിതീശ രാജാവായത് ഭരതനാകുന്നു. അഗ്രജന്മ, ഈ 100 പേരിലും ഏറ്റവും അഗ്രജൻ, ഏറ്റവും മൂത്ത കുട്ടി ഈ ഭരതനായിരുന്നു. അതുകൊണ്ടും പിന്നെ ഭരതൻ്റെ ആ ഉത്തമമായ കഴിവുകളൊക്കെ കണ്ടിട്ടും ഭരതനെയാണ് ചക്രവർത്തിയായിട്ട് അഭിഷേകം ചെയ്യിച്ചത്. ഋഷഭയോഗിക്ക് ജയന്തിയിൽ 100 പുത്രന്മാരുണ്ടായി. അവരിൽ മൂത്ത പുത്രൻ ഭരതനായിരുന്നു. അദ്ദേഹം ഋഷഭനെ പിന്തുടർന്ന് ഭാരതവർഷത്തിലെ ചക്രവർത്തിയായി തീർന്നു. ഋഷഭൻ വാസ്തവത്തിൽ നിവൃത്തിമാർഗം, ഭക്തിമാർഗത്തിൽ താല്പര്യമുള്ളവനായിരുന്നു, ആത്മാരാമനായിരുന്നു. അത്രയ്ക്കും ഇന്ദ്രിയങ്ങളെ ജയിച്ച ഒരു യോഗിയായ ആ ഋഷഭനോട് ഇന്ദ്രന് അസൂയ തോന്നി. തൻ്റെ സ്വർഗത്തിലേക്കാളും സന്തോഷം ഋഷഭൻ്റെ നാട്ടിൽ ഉണ്ടാവുന്നത് കണ്ടിട്ട് തൻ്റെ മനസ്സിൻ്റെ ശക്തി കൊണ്ട്, രാജസഭാവം കൊണ്ട് ഈ ഋഷഭനെ തോൽപ്പിക്കാമെന്ന് കരുതിയിട്ടാണ് മഴ പെയ്യാതിരുന്നതൊക്കെ. പക്ഷേ ഇന്ദ്രൻ്റെ മനഃശക്തിയേക്കാളും ഋഷഭദേവൻ്റെ ആ ആത്മശക്തിക്കാണ് ബലം എന്ന് തെളിയിച്ചു. ഇന്ദ്രൻ വല്ലാതെ പരിഭ്രമിച്ചു. അങ്ങനെ വേഗം തന്നെ തൻ്റെ മകളെ കൊടുത്തിട്ട് ഋഷഭദേവനെ പ്രസാദിപ്പിച്ചു. ആ യോഗശക്തി കൊണ്ട് എന്തു വേണമെങ്കിൽ ചെയ്യാൻ സാധിക്കുമെന്ന് അറിയാമായിരുന്നു. അങ്ങനെ ആ ഋഷഭദേവനെ
ഗൃഹസ്ഥാശ്രമത്തിലേക്ക് കൊണ്ടുവന്നു. അതാണ് ആത്മാരാമനാണെങ്കിലും തന്നാൽ ജയിക്കപ്പെട്ട ഇന്ദ്രനാൽ നൽകപ്പെട്ട ജയന്തി എന്ന സുന്ദരിയെ വിവാഹം ചെയ്ത് 100 പുത്രന്മാരുടെ പിതാവായി. അതിൽ മൂത്ത പുത്രനായ ഭരതൻ ഭാരതഭൂമിയെ ഭരിച്ചു എന്നാണ് ഈ ശ്ലോകം. ഒന്നുകൂടി വായിക്കാം. ജിതേന്ദ്രദത്താം കമനീം ജയന്തീം അധോദ്വഹന്നാത്മരതാശയോപി അജീജനസ്തത്ര ശതം തനൂജാൻ യേഷാം ക്ഷിതീശോ ഭരതോഗ്രജന്മ. അടുത്ത ശ്ലോകത്തിൽ ആ 100 പുത്രന്മാർ എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നടത്തിയത് എന്നാണ്. 100 പേരിൽ ഒരാൾ അങ്ങനെ ഭരത ചക്രവർത്തിയായി. ബാക്കി 99 പേരിൽ 9 പേര് യോഗീശ്വരന്മാരായി. അവർ തപസ് ചെയ്ത് നവയോഗികൾ എന്നറിയപ്പെട്ടു. കവി, ഹരി, അന്തരീക്ഷൻ, പ്രബുദ്ധൻ, പിപ്പലായനൻ, ആവിർഹോത്രൻ, ദ്രുമിളൻ, ചമസൻ, കരഭാജനൻ എന്നു പേരുള്ള ഈ നവയോഗികളും അവരോടുള്ള സംവാദവുമൊക്കെ ഭാഗവതത്തിലെ ഏകാദശസ്കന്ധത്തിൽ മുക്തിസ്കന്ധം എന്നും കൂടി പേരുള്ളത് ഇവരുടെയൊക്കെ ആ സംവാദം കൊണ്ടാണ്. അങ്ങനെ നവയോഗികളായിട്ട് 9 പേര് മാറി. ബാക്കിയുള്ള മക്കളിൽ വീണ്ടും 9 പേരെ ഈ ഭരത ചക്രവർത്തിയുടെ കീഴിൽ രാജാക്കന്മാരാക്കി 9 ഖണ്ഡങ്ങളും അവർക്ക് കൊടുത്തു. ഭാരതത്തിനെ 9 ആക്കി ഭാഗിച്ച് 9 ദേശങ്ങളിലെ രാജാവാക്കി അവരെ ഇരുത്തി. പിന്നെയുള്ള 81 പേരുണ്ട്. ആ 81 പേര് തപോബലം കൊണ്ട് ബ്രാഹ്മണരായി എന്നാണ്. കണ്ടുവാ, തപസ് കൊണ്ടാണ് ബ്രാഹ്മണരായത്, അല്ലാതെ ജനിക്കുമ്പോൾ അവരൊക്കെ ക്ഷത്രിയന്മാരായിരുന്നു. അങ്ങനെ ഏതൊക്കെ രീതിയിൽ ജീവിച്ചാലും ഭക്തി ഉണ്ടെങ്കിൽ ഒന്നിനും ഒരു വിഷമവുമില്ല. വളരെ ഭഗവാനോട് അടുക്കാനുള്ള ആ ഒരു പാത തെളിഞ്ഞു കിട്ടും. ആത്മാരാമനാവാൻ ആഗ്രഹിച്ച ഋഷഭൻ 100 മക്കളുടെ അച്ഛനായി. എങ്കിലും അതിപ്രസിദ്ധനും ആത്മാരാമൻ തന്നെയായിട്ട് തന്നെയാണ് ജീവിച്ചത്. വിവാഹമോ മക്കൾ എത്രയുണ്ടായിക്കോട്ടെ അതൊന്നും ഒരു തടസ്സമല്ല എന്നാണ് ശ്ലോകം. നവാഭവൻ യോഗിവരാ നവാന്യേതി അപാലയൻ ഭാരതവർഷഖണ്ഡാൻ സൈകാതു അശീതി തവ ശേഷപുത്ര തപോബലാത് ഭൂസുരഭൂയമീയു. അർത്ഥം: നവ അഭവൻ യോഗിവര്യ. ആ 100 പേരിൽ 9 പേർ യോഗീശ്വരന്മാരായിത്തീർന്നു. നവ അന്യേ ബാക്കിയുള്ളതിൽ 9 പേർ അപാലയൻ രാജ്യം ഭരിച്ചു. ഭാരതവർഷഖണ്ഡാൻ ഭാരതവർഷത്തിലെ 9 ദേശങ്ങളെ വളരെ നന്നായിട്ട് ആ 9 രാജാക്കന്മാർ ഭരത ചക്രവർത്തിയുടെ നിർദ്ദേശം അനുസരിച്ച് അദ്ദേഹത്തിന് കീഴിൽ രാജാക്കന്മാരായിത്തീർന്നു. പിന്നെയുള്ളതോ സ ഏകാതു അശീതി. അശീതി എന്ന് പറഞ്ഞാൽ 80, ഏക 81. ബാക്കിയുള്ള 81 പേരും തവ ശേഷപുത്ര അങ്ങയുടെ പുത്രന്മാരിൽ ബാക്കിയുള്ള ആ 81 പേരാകട്ടെ തപോബലാത് തപശക്തി നേടി തപസ് ചെയ്യാൻ പോയി അവർ. അങ്ങനെ ആ 81 പേരും ഭൂസുരന്മാരായി ബ്രാഹ്മണന്മാരായി തീർന്നു, ബ്രഹ്മജ്ഞാനികളായി തീർന്നു. അവർ പൂജ ചെയ്തും ആധ്യാത്മിക ശാസ്ത്രം പഠിച്ചും അതിൽ പറയുന്നത് അതേപോലെ ആചരിച്ച് കാണിച്ചും അധ്യയനം ചെയ്യിപ്പിച്ചും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്തും ഏറ്റവും ശ്രേഷ്ഠന്മാരായിട്ടുള്ള ബ്രാഹ്മണന്മാരായ ജീവിതമാണ് അവർ നയിച്ചത്. 9 പേര് ക്ഷത്രിയന്മാരായി രാജ്യം ഭരിച്ചു, 9 പേര് യോഗീശ്വരന്മാരായിട്ട് പോയി, ഒരാൾ ചക്രവർത്തിയും ആയി. ആ ഭരതൻ ഭരിച്ചതുകൊണ്ടാണ് നമ്മളുടെ ഭാരതം എന്ന് ഈ രാജ്യത്തിന് പേര് വന്നത്. നവാഭവൻ യോഗിവരാ നവാന്യേതു അപാലയൻ ഭാരതവർഷഖണ്ഡാൻ സൈകാതു അശീതി തവ ശേഷപുത്ര തപോബല